എല്ലാവർക്കും റോഫാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രൂട്ട് ഡെസേർട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായി എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല ക്ഷീണവും മാറ്റും, നല്ല വയറും ഫില്ലാവുന്ന രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഫ്രൂട്ടും ധാരാളം നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി തന്നെ നമുക്ക് ആദ്യം വേണ്ടത് പാല് ആണ്. 1 ലിറ്റർ പാല്, അതിലേക്ക് പഞ്ചസാര 1 കപ്പ്, പിന്നെ 1/2 കപ്പ് പാൽപ്പൊടിയാണ്. പിന്നെ വേണ്ടത് സാഗോ റൈസാണ്, ചൗവരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതും 1 കപ്പ് എടുക്കാം. ഇത് കുറച്ചധികം തന്നെ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വേണം. അതിന് മുമ്പായി തന്നെ നമുക്ക് കസ്കസ് അല്ലെങ്കിൽ ബേസൽ സീഡ്സ് ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അവൈലബിളായ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചേർക്കാം, നട്ട്സും ചേർക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൽ ചൂടാക്കാം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് തന്നെ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതലായി ചേർക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് ഈ 1 കപ്പ് പഞ്ചസാര. അപ്പോൾ 250 ഗ്രാം വരും. അപ്പോൾ ഇത് ചേർത്ത് നമുക്കൊന്ന് മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ പാൽപ്പൊടി നമുക്ക് കുറേശ്ശെയായി ചേർത്ത് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ കട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പാലിൻ്റെ ജലാംശം ഒന്ന് കുറയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു തിക്കായി വരും, നല്ലൊരു ക്രീമി രൂപത്തിലേക്ക് പാലായി വരും. അപ്പോൾ അധികമൊന്നും വേണ്ട, ഒരിപ്പം കുറച്ചൊന്ന് നമുക്കൊരു തിക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബദാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബദാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബദാം ഞാൻ ക്രഷ് ചെയ്തെടുത്താണ്, ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ബദാമും കൂടി ചേർത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ തണുപ്പ് വേണ്ടാത്തവർക്ക് നമുക്ക് അതുപോലെയും കഴിക്കാം, ഫ്രിഡ്ജിൽ വെക്കാതെയും. അപ്പോൾ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചൊവ്വരി നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് ചൊവ്വരി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചതിന് ശേഷം നമുക്കിതും തണുക്കാനായിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ പിന്നെ എല്ലാം തയ്യാറാവും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണ്ണിമത്തൻ, ആപ്പിള്, മാംഗോ, ഇപ്പോൾ നമ്മുടെ കസ്കസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുതിർത്ത് വെച്ച്. പിന്നെ കുറച്ച് അനാറ്, ചെറീസ്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, കുറച്ച് ഈത്തപ്പഴം, ഇതൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് വന്ന മിൽക്ക് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യമായതെടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് സാഗോ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം വേറെ വേറെ ആയി തന്നെ വരും. ഇതിലേക്ക് നമുക്ക് കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കട്ടകളൊക്കെ നീങ്ങി നല്ലവണ്ണം മിക്സായി വരും. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഓരോ ഫ്രൂട്ട്സായി ഇട്ട് കൊടുക്കാം. അനാറിട്ട്, തണ്ണിമത്തനുണ്ട്, ആപ്പിള്, എല്ലാ ഫ്രൂട്ട്സും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് അവൈലബിൾ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് പിസ്ത. ഇപ്പോൾ ബദാം നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ചെറീസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില വെച്ചോ സ്പൂൺ വെച്ച് ഇതുപോലെ നമുക്ക് നല്ലവണ്ണം എല്ലാവരും ഒരുപോലെ തന്നെ എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഡെക്കറേഷൻ ഞാനൊരു മാംഗോ കൂടി ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തണുപ്പിച്ച് കഴിക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റായി നമുക്ക് തണുപ്പിച്ച് കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അല്ലാതെയും കഴിക്കാം. ഇപ്പോൾ റമദാനിന് നിങ്ങൾ ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ഹെൽത്തി ആയിരിക്കാൻ പറ്റും നിങ്ങൾക്കന്ന്. നമ്മൾ ദിവസം മുഴുവൻ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വേണം, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി നല്ല ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അതുവരേക്കും ബൈ ഫ്രം റോഫാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്.